PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പൊ HSA സോഷ്യൽ സയൻസ് നിങ്ങൾക്കറിയാം, ബാക്കി എല്ലാ HSAകളുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് HSA സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും HSA സോഷ്യൽ സയൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നേക്കുന്നത്. HSA സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ HSAയുടെയും നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. നോട്ടിഫിക്കേഷൻ വന്ന അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞപ്പോൾ HSA സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കി എല്ലാവരും അത് തീവ്രമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാം എന്താണ് വരുന്നതും കാത്ത് അല്ലെ. അപ്പോൾ HSA സോഷ്യൽ സയൻസിന്റെ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്ന ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടല്ലേ. PSCയുടെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട്. HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ വേണമെങ്കിൽ നാളെ കഴിഞ്ഞു വേണമെങ്കിൽ വരാം. എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പൊ ഈ കഴിഞ്ഞ PSC യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. കഴിഞ്ഞ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിലിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ റീസൺ സഹിതം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ റീസൺ പറഞ്ഞിരുന്നത്? ഏതൊരു പരീക്ഷയ്ക്കും മെയിൻ, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ മെയിൻ ലിസ്റ്റ്, അതായത് ഒരു നോട്ടിഫിക്കേഷൻ PSC വീഡിയോയില് ഒരു ഏകദേശം ഒരു 1.5 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അത് ഞാൻ വ്യക്തമായ ഒരു കാരണം പറഞ്ഞിരുന്നു. ഏപ്രിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ കുറെ ഉദ്യോഗാർത്ഥികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും, ഇതുവരെ വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഏപ്രിൽ ഞാൻ അന്നേ വീഡിയോ പറഞ്ഞിരുന്നു ഏപ്രിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അതിന്റെ റീസൺ സഹിതം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഏതൊരു PSC പരീക്ഷയ്ക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് അതിന്റെ മെയിൻ ലിസ്റ്റ് നിലവിൽ വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ 2023 നമ്മുടെ ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പൊ ആ ലിസ്റ്റ് പ്രകാരം 1.5 വർഷം കഴിയുമ്പോഴായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ ഇപ്പൊ നിലവിൽ ലിസ്റ്റ് പ്രകാരം 1.5 വർഷം കഴിഞ്ഞു. ഏപ്രിലാണ് 1.5 വർഷം കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ നോട്ടിഫിക്കേഷനും വരുന്നത്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഏപ്രിലിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്ത സംശയം, ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും പരീക്ഷ എന്നത്. ഈ സാധാരണ രീതിയിൽ PSC പരീക്ഷ നടക്കുക, നോട്ടിഫിക്കേഷൻ വന്ന് HSA അല്ലെങ്കിൽ അധ്യാപക മേഖലയിലുള്ള പരീക്ഷ സാധാരണഗതി നടക്കുക നോട്ടിഫിക്കേഷൻ വന്ന 6-7 മാസം കഴിയുമ്പോഴായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഈ മാസം വന്ന് എന്നായിരിക്കും പരീക്ഷ നടക്കുക? ഒന്നെങ്കിൽ ഡിസംബർ 2025 നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടോ, അല്ലെങ്കിൽ മാക്സിമം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 2026 ജനുവരിയിലായിരിക്കും പരീക്ഷ. അതിന് മുമ്പ് അത് 2026 ജനുവരി കഴിഞ്ഞോ പോവില്ല. 2025 നവംബർ ഡിസംബർ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ 2026 ജനുവരിയിലും നടക്കാൻ സാധ്യതയുണ്ട്. സാധാരണ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞാൽ 6-7 മാസമാണ് സാധാരണഗതിയിൽ ഒരു PSC ഈ അധ്യാപക മേഖലയിലേക്കുള്ള ഒരു പോസ്റ്റുകളിലൊക്കെ പരീക്ഷ നടത്താറ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഡിസംബറോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ ആയിരിക്കും പരീക്ഷ ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ പഠിക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നിങ്ങൾ HSA സോഷ്യൽ സയൻസ് സിലബസ് ഒരു തവണയെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര വൈഡ് സിലബസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോ അത്ര വൈഡ് സിലബസ് പഠിക്കാനുള്ള തന്നെ ഇപ്പൊ തന്നെ സമയം വൈകി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനിയും ഒന്ന് ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ സോഷ്യൽ സയൻസ് സിലബസ് പ്രകാരം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി എങ്ങനെ പഠിക്കും, ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. ഒരു ഡൗട്ടും വേണ്ട. HSA സോഷ്യൽ സയൻസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലെ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഇതിന്റെ ഫുൾ മെറ്റീരിയൽസ് അടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ HSA സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലെ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് സമഗ്രമായി പഠിക്കാവുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇനി HSA സോഷ്യൽ സയൻസിന്റെ അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് എത്രമാത്രം അപ്പോയിന്റ്മെന്റ് ഇതിന് നടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും എല്ലാവരും ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു ചോദ്യം. അതാണ് എത്രമാത്രം അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട്, കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിൽ എത്രമാത്രം അപ്പോയിന്റ്മെന്റ് നടന്നു കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവില്ല. അതിന് കൃത്യമായ സോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല. അതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എത്രമാത്രം അപ്പോയിന്റ്മെന്റ് സാധാരണഗതിയിൽ ഇതിന് നടക്കും, ഇതിന് പഠിച്ചിട്ട് കാര്യമുണ്ടോ, അപ്പോയിന്റ്മെന്റ് നടക്കുമോ, എനിക്ക് ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് പഠിച്ച ജോലി കിട്ടുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
LPUP പോലെ അത്രയും അപ്പോയിന്റ്മെന്റ് നടക്കാത്തൊരു പോസ്റ്റ് തന്നെയാണ് HSA. LPUPക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നിയമനം നടക്കും, പക്ഷെ HSAക്ക് അത്രയും നിയമനം നടക്കില്ല. അതിനൊരു കാരണമുണ്ട്. HSA എന്ന് പറയുന്ന പോസ്റ്റ് അധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാത്തൊരു പോസ്റ്റാണ്. അതായത് അത്രയും ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്? ഡിഗ്രി പ്ലസ് BEd പ്ലസ് കേറ്റഡ് കാറ്റഗറി 3 അല്ലെങ്കിൽ അതിന് ഉയർന്ന യോഗ്യത ഉണ്ടായിരുന്നു. 3 ഇല്ലെങ്കിൽ നെറ്റ്, സെറ്റ്, MPhil, PhD തുടങ്ങിയ യോഗ്യതയോ അല്ലെങ്കിൽ മിനിമം കേറ്റഡ് കാറ്റഗറി 3 എങ്കിലും പാസ്സായിരിക്കണം. BEd ഡിഗ്രി, PG നിർബന്ധമില്ല കേട്ടോ, PG നിർബന്ധമില്ല, ഡിഗ്രി അല്ലെങ്കിൽ BEd പാസ്സായിരിക്കണം. ഇതാണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി LPUPയുടെ അത്രയും ആളുകൾ, LPUP എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു 8,000-7,000 പേർക്കോളം മൊത്തം ഫുള്ള് ഒരു ലിസ്റ്റ് അവസാനിക്കുമ്പോഴത്തേനും ജോലി കിട്ടും. അല്ലെങ്കിൽ HSAക്ക് അത്രയും അത്രയും പേര് HSA എഴുതില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിന്റെ HSA എത്ര പേര് എഴുതും? ഒരു 8,000-10,000 പേരായിരിക്കും മാക്സിമം അപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് ജോലി കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഈ 2 ലക്ഷം ആളുകൾ LPUP എഴുതുമ്പോഴാണ് അതിൽ നിന്ന് 8,000-7,000 പേർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുക. ഒരു HSA പോസ്റ്റില് എങ്ങനെയാണ് വരുന്നത്? ഒരു 8,000-7,000 പേര് അപ്ലൈ ചെയ്യുന്നിടത്തു നിന്നാണ് ഒരു 100-150 അല്ലെങ്കിൽ ഒരു 200 പേർക്ക് ജോലി ലഭിക്കുക. ആ വ്യത്യാസം, ടോട്ടൽ കാൻഡിഡേറ്റ്സിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് HSAയിൽ ആർക്കും തന്നെ ജോലി ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. കാരണം ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഓഫ് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം, കൺഫർമേഷൻ ചെയ്യുന്നവരുടെ എണ്ണം തമ്മിൽ HSAയും LPUPയും തമ്മിൽ വളരെ അന്തരമുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരൊറ്റ പോസ്റ്റിലേക്കാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ സീറ്റ് മാത്രമേ നമുക്കുള്ളൂ, ആവശ്യമുള്ളൂ. അപ്പൊ ആ ഒരു സീറ്റിനെ മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കുക. നാളൊരു കാലത്ത് വിചാരിക്കുകയാണ്, അന്ന് HSAക്ക് പഠിച്ചാർന്നെങ്കിൽ എനിക്കിത് കിട്ടിയേനെ, എന്റെ ഫ്രണ്ടിന് കിട്ടി, അന്ന് ഞാൻ പഠിക്കുവാർന്നെ എനിക്ക് കിട്ടുമായിരുന്നല്ലോ എന്നൊരു ചിന്ത ഒരു 4-3 വർഷം കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് കാര്യമില്ല. കാരണം ഇതൊരു അവസാന HSA പോസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഈ HSA മേഖലകളിൽ അല്ലെങ്കിൽ അധ്യാപക മേഖലകളിൽ എല്ലാ കാലയളവിലും മാറ്റങ്ങൾ വരികയാണ്. അതിൽ സമഗ്രമായി വരാൻ പോകുന്ന ഒരു മാറ്റമാണ് 2030 സംഭവിക്കാൻ പോകുന്ന ഒരു ലയനം. അപ്പൊ ഇനിയൊരു പരീക്ഷ ഏപ്രിലിലെ നോട്ടിഫിക്കേഷൻ വന്ന് 2025-26 കാലയളവിൽ പരീക്ഷ നടന്ന് പിന്നെ അതിന്റെ മെയിൻ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്ന്, ഇന്റർവ്യൂ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വന്ന്, അപ്പോയിന്റ്മെന്റ് നടന്ന്, പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പിന്നെയും കാലതാമസം എടുക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന്, പിന്നെ നോട്ടിഫിക്കേഷൻ അപ്പോയിന്റ്മെന്റ് നടത്തേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ? 2030 ആകുമ്പോഴത്തെ ലയനം സംഭവിക്കും. പിന്നെ ഒരു HSA പോസ്റ്റിന്റെ ആവശ്യകത വരില്ല. അതുകൊണ്ട് ഇതൊരു HSA പോസ്റ്റ്, അവസാന HSA ആവാനാണ് 95% സാധ്യതയുള്ളത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരു BEd പഠിച്ച ഉദ്യോഗാർത്ഥിയാണല്ലോ, എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മൾ BEd പഠിച്ച്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്തുമാത്രം റെക്കോർഡുകൾ എഴുതി, എന്തുമാത്രം ടീച്ചിങ് പ്രാക്ടീസിന് എന്തുമാത്രം ആക്ടിവിറ്റി ഗൈഡുകൾ ഉണ്ടാക്കി, എത്രമാത്രം കമ്മീഷനൊക്കെ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ HSA എന്ന് പറയുന്ന അത്ര തരമുള്ള ഉയർന്നൊരു പോസ്റ്റാണ്, അത്രയും സാലറി പാക്കേജ്, അത്രയും ഡിഗ്നിറ്റി ഉള്ള ഒരു പോസ്റ്റാണ്, നമ്മുടെ സൊസൈറ്റിയുടെ മുമ്പിൽ നമുക്ക് അത്രമാത്രം വാല്യൂ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്രയും പ്രൗഡ് ആയിട്ടുള്ള ഒന്നാണ് HSA എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് എടുത്ത് ശ്രമിക്കുക. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് സെക്കൻഡറി ആണ്. നാളെ ഒരു കാലത്ത് അന്ന് ഞാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ എന്നൊരു കുറ്റബോധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ നിങ്ങൾ ഉറച്ച മനസ്സിലങ്ങ് പറഞ്ഞു, എനിക്കിത് കിട്ടും, ഞാൻ ഇത് നേടിയിരിക്കും, ഈ പോസ്റ്റ് എനിക്കുള്ളതാണ്, ഒരൊറ്റ പോസ്റ്റ് മതി, എത്ര കുറവ് അപ്പോയിന്റ്മെന്റ്, നിങ്ങൾ ഒറ്റ പോസ്റ്റിലേക്കല്ലേ മത്സരിക്കുന്നത്. നാളെ കുറ്റബോധം വരാതിരിക്കാനെങ്കിലും നിങ്ങൾ ഇപ്പോൾ ബുക്ക് തുറന്ന് പഠിക്കണം. സിലബസ് എടുക്കുക, ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് കവർ ചെയ്യുക. അതിലെങ്ങനെ ടൈം ടേബിൾ അടക്കം കവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. കൃത്യമായിട്ട് എങ്ങനെ ടൈം ടേബിൾ അടക്കം ഇത് വച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ഈ HSA സോഷ്യൽ സയൻസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൈ ഒന്ന് നോക്കിക്കുക, നിങ്ങൾ കിട്ടുമോ കിട്ടില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണേ. ഫസ്റ്റ് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. 4 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് അന്ന് എന്റെ ഫ്രണ്ടിന് കിട്ടിയ ഫ്രണ്ട്, നമ്മളൊരു നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് HSA ആയി, നമ്മൾ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ HSAയിലോ കയറിയിരിക്കും, നമ്മൾ വന്ന് ഞാൻ പഠിച്ചായിരുന്നു, ഇന്ന് എനിക്ക് CBSE കിടന്ന് കഷ്ടപ്പെടേണ്ട വരില്ലായിരുന്നു എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാകാതിരിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുകയാണ്, വന്ന് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് കിട്ടിയില്ല, അപ്പൊ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടല്ല കിട്ടാത്ത, ഒരു നിർഭാഗ്യം കൊണ്ട് കിട്ടാണ്ട് പോയി, അന്ന് അങ്ങനെ ആശ്വസിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രമിക്കാതിരുന്ന അത് വലിയൊരു കുറ്റബോധത്തിലേക്ക് പോകൂട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കുറ്റബോധപ്പെട്ട് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ എനിക്കറിയാം. ഈ HSA തന്നെ ഒരു കുട്ടി ഏജ് ഓവറായി ഇട്ട് CBSE സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ, ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട്, അന്ന് ഞാൻ സപ്ലിമെന്ററിയിൽ വന്നതാ,
പിന്നത്തെ പരീക്ഷയെങ്കിലും LPUP-യിലായിരുന്നു കേട്ടോ, സപ്ലിമെന്ററിയിൽ വന്നതാ. നെക്സ്റ്റ് LPUP ഒന്ന് പഠിച്ചായിരുന്നെങ്കിൽ അന്ന് എനിക്ക് അങ്ങനെ പഠിക്കാൻ തോന്നിയില്ല. അന്ന് എനിക്ക് അത്ര വലിയ സാമ്പത്തികമായിട്ട് CBSE കിട്ടുന്ന വരുമാനമൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് ടീച്ചറെ. അന്ന് ഞാൻ ഒന്ന് ശ്രമിച്ചാൽ, സപ്ലിമെന്ററിയിൽ വരെ ഞാൻ വന്നതല്ലേ, ഒന്ന് ശ്രമിച്ചാർന്ന് എനിക്ക് കിട്ടിയേനെ. ഇപ്പൊ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ കുറ്റബോധത്തിന് ഇടവരുത്താതിരിക്കണമെങ്കിൽ ഇപ്പൊ മാക്സിമം കിട്ടുന്ന സമയം മാക്സിമം വിനിയോഗിക്കുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ മറക്കണ്ട, HSC സോഷ്യൽ സയൻസിന് വേണ്ടി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSC സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി HSC സോഷ്യൽ സയൻസ് നമുക്ക് എത്രമാത്രം അപ്പോയിന്റ്മെന്റുകൾ നടന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതുണ്ടോ, HSC സോഷ്യൽ സയൻസ് മുൻ വിജ്ഞാപനം 2021 നടന്ന വിജ്ഞാപന പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മുൻ വർഷ വിജ്ഞാപനം 2021 ജൂൺ 2-നായിരുന്നു. 2029 ഒക്ടോബർ 9 മുതൽ 13 വരെ വിവിധ തീയതികളിലായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 14 ജില്ലകളിലായി ഇതുവരെ 319 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 319 പേർക്ക് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു ഇതാണോ? അല്ല, വലിയൊരു ഇത് തന്നെയാണല്ലോ. 319 പേർക്ക് നിയമന ശുപാർശ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലായിട്ട് 2021 നടന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരാൾ നിങ്ങൾക്കും ആകാൻ സാധിക്കില്ലേ? 319 ഏകദേശം ഈ നടക്കുന്ന പരീക്ഷയ്ക്കും ഏകദേശം ആ ഒരു 300 തന്നെ എടുത്തോ നിങ്ങൾ. എന്തായാലും ആ ഒരു 300-ൽ ഒരാളാവും നിങ്ങളെ കൊണ്ട് പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇതിന് അപ്പോയിന്റ്മെന്റ് കുറവാണെന്ന്. പക്ഷേ താരതമ്യേന അപ്പോയിന്റ്മെന്റ് ഇതിനുണ്ട്. 319 എന്ന് പറഞ്ഞ ചെറിയ സംഖ്യ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത്രയും കുറവ് കാൻഡിഡേറ്റ്സ് ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ലക്ഷങ്ങൾ അപ്ലൈ ചെയ്തിട്ട് 319 എന്ന് പറയുമ്പോൾ കുറവാണ്. പക്ഷെ ആയിരങ്ങളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുള്ളൂ സോഷ്യൽ സയൻസിന്. അതിൽ 319 അപ്പോയിന്റ്മെന്റ് ഇതുവരെ നടന്നു എന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമന ശുപാർശ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് അത്ര കുറവൊന്നും അല്ലാട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കുറവാണെന്ന് ഓർത്ത് പുറകോട്ട് പോകുന്ന ആളുകൾക്കാണ് ഇത് മണ്ടത്തരമായിട്ട് തോന്നുക കേട്ടോ. ഏറ്റവും കൂടുതൽ പേർക്ക് നിയമന ശുപാർശ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. 57 പേർക്കാണ് ഏറ്റവും കൂടുതൽ. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇതുവരെ HSC സോഷ്യൽ സയൻസ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. കുറവ് ഇടുക്കി ജില്ലയിലാണ്. 4 പേർക്കാണ് ഇടുക്കി ജില്ലയിൽ ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. ഇനി വിവിധ ജില്ലകളിൽ ഇതുവരെ നടന്ന നിയമന ശുപാർശകൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/10/2023-ലാണ്. 22 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. കൊല്ലത്ത് 10/11/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 23 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. പത്തനംതിട്ട 25/10/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 6 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ആലപ്പുഴയിൽ 7/11/2023 റാങ്ക് ലിസ്റ്റ് വന്നു. 21 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കോട്ടയത്ത് 30/10/2023 11 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. ഇടുക്കിയിൽ 13/12/2023 ലിസ്റ്റ് നിലവിൽ വന്നു. 6 പേർക്ക് ലഭിച്ചു. എറണാകുളത്ത് 8/12/2023 എന്താണ് നിയമന ശുപാർശ 16 പേർക്ക് ലഭിച്ചു. തൃശ്ശൂരിൽ 1/11/2023 19 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. പാലക്കാട് 7/11/2023 42 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. മലപ്പുറം 8/12/2023 57 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കോഴിക്കോട് 22/11/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 33 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. വയനാട് 10/11/2023 നിയമന ശുപാർശ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 8 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കണ്ണൂരിൽ 27/11/2023 നിയമന ശുപാർശ നിലവിൽ, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 28 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കാസർഗോഡ് 4/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 29 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇത് 319 പേർക്കാണ് നിലവിൽ ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന്, 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്താണ് അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ? 319 പേർക്ക് നിയമന ശുപാർശ വന്നു. ആകെ 319 പേർക്കാണോ വന്നിട്ടുള്ളൂ? ഇതുവരെയാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, 319 പേരെന്ന് പറയുന്നത് ഇതുവരെ നിയമന ശുപാർശ വന്നവരാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടില്ല. ഇപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഏകദേശം 1.5 വർഷമാകുന്നേ ഉള്ളൂ. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാ? 3 വർഷമാണ് ഒരു കാലാവധി. അപ്പോ 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. ഇനി 1.5 വർഷം കൂടെ ഉണ്ട്. അതായത് ഈ റാങ്ക് ലിസ്റ്റ് ഈ പറയുന്ന 2023 വന്നിട്ടുള്ള, ഈ പറയുന്ന 2023 നിലവിൽ വന്ന ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി ഒരു 1.5 വർഷം കൂടെ ബാക്കിയുണ്ട്. 1.5 വർഷം ആയപ്പോഴത്തേനും എത്ര പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു?
319 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. പോട്ടെ, നമുക്കൊരു 400 എന്ന് കണക്ക് കൂട്ടാം. ഇത്രയും വന്നില്ലെങ്കിൽ ഒരു 400, 450 കണക്ക് കൂട്ടാം, ഇരട്ടി വന്നില്ലെങ്കിൽ പോലും അത്രയും പേർക്ക് നിയമന ശുപാർശ ലഭിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു 2025 നടക്കാൻ പോകുന്ന ഈ ഒരു HSA സോഷ്യൽ സയൻസിന്റെ പരീക്ഷ എഴുതുവാണ്, ഏകദേശം ഒരു 400 പേർക്കോളം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് മടിച്ചു നിൽക്കുന്നു? നിങ്ങൾ ഒരുപാട് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയ നിയമനം ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് നോക്കുന്നില്ല എന്ന്. പറയുന്ന ആന മണ്ടത്തരമായിരിക്കും കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതിന്റെ പുറകിലുണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് നിയമന ശുപാർശ കുറവാണ്, LP UP എഴുതി കയറിയേക്കാമെന്ന്. അപ്പൊ എനിക്ക് യോഗ്യത ഉണ്ടല്ലോ, എന്നാ BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണല്ലോ, എനിക്ക് എന്താണ് പ്രൊമോഷൻ കിട്ടും, ഞാൻ HSAയിലേക്ക് കയറി പോകാം. പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് മണ്ടത്തരായിരിക്കും. നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ അധ്യാപക മേഖലയിൽ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൊണ്ടുവന്നിരിക്കുന്ന അധ്യാപക മേഖലയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ് പ്രൊമോഷൻ ഇല്ലാതാക്കുക എന്നത്. അത് ഉടനെ തന്നെ കേരളത്തിൽ നിലവിൽ നടപ്പിലാക്കിയിട്ടില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മാതൃക അടിസ്ഥാനം നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് അറിയാം. അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇൻഫർമേഷൻ പറയാണ്. അപ്പോൾ ഈ ഒരു കേരളത്തിലേക്ക് ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ BEd കേരള കാറ്റഗറി 3 PG കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണ്, ഞാൻ LPSA UPSC ആയിട്ട് ഞാൻ കയറിയാലും എനിക്ക് എന്താണ് എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ എനിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് HSAയിലേക്ക് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്, സെറ്റൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു അധ്യാപികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടുമോ? അതിനുള്ള സാധ്യത ഇനി ഇല്ലാതാകുകയാണ്. കാരണം നിങ്ങൾക്ക് HSAയിലേക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ നിങ്ങൾ HSAയ്ക്ക് വേണ്ടി വീണ്ടും പരീക്ഷ എഴുതണം. അതായത് പരീക്ഷ എഴുതി ഇന്റർവ്യൂ പാസ്സാവുന്നവർക്കാണ് ഇനി എന്താണ് കുറേ വർഷം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പ്രൊമോഷൻ കൊടുക്കാനുള്ള അധ്യാപക മേഖല വരുന്നൊരു മാറ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് HSAയിലേക്ക് കിട്ടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം സാലറീസ് പാക്കേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഡിഗ്നിറ്റി ഉള്ള ജോലിയാണ് കയ്യിൽ വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കണം. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ദുഃഖിച്ചിരിക്കണം മാത്രം. ഈ HSA വരാനും പോകുന്നില്ല, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, 400ഓളം അല്ലെങ്കിൽ 319 അപ്പോ എന്താണ് നിയമന ശുപാർശ ഇതുവരെ ലഭിച്ച പോസ്റ്റാണ്. 1.5 വർഷമേ ആയിട്ടുള്ളൂ, ഇനി 1.5 വർഷം കൂടെ മുമ്പിലുണ്ട്. അപ്പോൾ നിയമന ശുപാർശ കൂടും. അപ്പൊ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും ഇതേ രീതിയിലുള്ള ഏകദേശം ഇത്രയും ഒരു അപ്പോയിന്റ്മെന്റ്, നമുക്ക് പോട്ടെ ഒരു 300 അപ്പോയിന്റ്മെന്റ് പ്രതീക്ഷിച്ചോ, എന്നാൽ പോലും നിങ്ങൾക്ക് 300 പേരുണ്ട്, അതിനകത്ത് ഒരാളാവും നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ കഴിയും, നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉള്ള ഒരാളാണ്. നിങ്ങൾ BEd കാറ്റഗറി 3 ഒക്കെ പാസ്സായി ഈ ഒരു വീഡിയോ HSAക്ക് വേണ്ടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. എത്രയോ പേരാണ് കാറ്റഗറി കേറ്ററ്റ് ഒന്നും പാസ്സാവാതെ ഇപ്പോഴും ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാലിബർ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കേറ്ററ്റ് പാസ്സായി ഈ വീഡിയോ കണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത്. നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളുടെ PGയും BEd ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ BEdും എന്താ പറയാ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇതുവരെ ആയിട്ട് CBSEയിലാണല്ലേ ജോലി ചെയ്യുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു പുച്ഛമില്ലേ, ഒന്നും ആയി തീരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നഴ്സിംഗും പഠിച്ചാർന്ന് വല്ല വിദേശത്തും പോകാമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളില്ലേ? വേണ്ടത് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് നല്ലൊരു ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ട്, ആ ഡിഗ്രി കൊണ്ട് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിനുവേണ്ടി ഇപ്പോൾ പരിശ്രമിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ പരിശ്രമിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് HSA സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോ, ഫുൾ സപ്പോർട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ HSA സോഷ്യൽ സയൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കുള്ളതാണ് ഈ ജോലി, നിങ്ങൾക്കുള്ളതാണ് ഈ ജോലി, ഉറപ്പിച്ചോ, മനസ്സിലോ ഉറപ്പിച്ച അടിവരയിട്ട് അങ്ങ് പറഞ്ഞോ, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. HSAയുടെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ തിരിച്ചും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.